അപ്പോൾ നമ്മൾ ഒരുപാട് വീഡിയോസ് മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ വീഡിയോ എല്ലാം കണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ എല്ലാവരും കൽക്കി കാണാൻ പോയ പൈസ തിരിച്ചു പിടിച്ചെന്ന് വിശ്വസിക്കുന്നു. അല്ല, എല്ലാവർക്കും തിരിച്ചു പിടിക്കാൻ പറ്റും. അപ്പം ഇപ്പം നമുക്ക് പുതിയൊരു ചാർട്ട് അനാലിസിസ് നോക്കാം. അപ്പം അത് കണ്ട് പഠിക്കാനൂടെ ശ്രമിക്കുക. ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ ചാർട്ടിൽ ഒന്ന് വരച്ച് നോക്കുക. ഒരു ഫാമിലി മെമ്പർ അദാനി പോർട്ടിൻ്റെ വീഡിയോ ഒന്ന് ചെയ്യാമെന്ന് ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ കമ്മ്യൂണിറ്റിക്കകത്ത് ഇട്ടൊരു പോസ്റ്റാണ്. കാര്യം ജസ്റ്റ് നോക്കേണ്ട ചാർട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു വ്യൂ ഞാൻ പറയാമെന്നുള്ള രീതിയിൽ. ഞാൻ വീണ്ടും പറയുന്നത് എൻ്റെ ഒരു വ്യൂ മാത്രമേ ഞാനിപ്പോൾ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പം നിങ്ങൾക്കറിയാം, ഇതൊരു ലോങ് ടൈം അപ്രൻറ്റ് കിടക്കുന്നൊരു ചാർട്ടാണ്. അപ്പം ഒരു ചാനലിനകത്തോടെ തന്നെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. എത്ര വലിയ അത് വന്നെന്ന് പറഞ്ഞാലും അത് കൃത്യമായിട്ട് അത് ഒബേ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കറിയാം, എന്താ ഒറ്റോട്ടത്തിൽ കാണുമ്പോൾ തന്നെ അറിയാമല്ലോ. അപ്പം ഇങ്ങനെ പോകുന്നു. അദ്ദേഹം ഓൾറെഡി ഹോൾഡ് ചെയ്യുന്നുണ്ടോയെന്നോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം അദാനി പോർട്ട് എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഈ താഴെ നിന്നൊക്കെ വാങ്ങിച്ചവർക്കൊക്കെ ഒടുക്കത്തെ പ്രോഫിറ്റാണ് വന്നേക്കുന്നത്. അതായത് നല്ല രീതിയിൽ മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പം ഇടയ്ക്ക് എന്തൊക്കെ നെഗറ്റീവ് ന്യൂസ് വന്നായിരുന്നു, അതിൻ്റെയൊക്കെ ആയിരിക്കും ചിലപ്പം ഈ കാണുന്ന ഫോള്. അത് സമയമൊന്നും എനിക്കറിയത്തില്ല, പക്ഷേ ചെറുതായിട്ട് കേട്ടായിട്ട് ഓർക്കുന്നു. അപ്പം ഇതിനകത്ത് ഒരുപാട് എൻട്രികൾ വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പറയുമ്പോഴത്തേക്ക് ജസ്റ്റ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് പറയുന്നുള്ളൂ. ഇവിടെ നമുക്കൊരു എൻട്രി കണ്ടെത്താൻ പറ്റും. ഇവിടെ അതേപോലെ തന്നെ മറ്റൊരു എൻട്രി കണ്ടെത്താൻ പറ്റും. പിന്നെ ഇവിടെ എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു റെസിസ്റ്റൻസ് ഏരിയയിലോട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒറ്റവട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാവുമല്ലോ. അപ്പോൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുന്ന കാര്യം, ഇവിടെ പുതിയൊരു എൻട്രി, ഇപ്പോൾ ഫ്രഷ് എൻട്രി എടുക്കാതിരിക്കുക എൻ്റെ ഒരു അഭിപ്രായത്തിൽ. പിന്നെ നമുക്ക് വേറൊരു കാര്യം ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ ചിലപ്പം അടുത്തൊരു മൂവ് എന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പാറ്റേൺ വെച്ചിട്ട് മിക്കവാറും താഴോട്ട് പോകാം, പിന്നെ മുകളിലോട്ട് വരാം. അത് കയ്യിലുള്ളവർ പേടിക്കണ്ട. പിന്നെ ഇതൊരു ബ്രേക്ക് ആകുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ പാറ്റേണിൻ്റെ കളികളൊക്കെ ജസ്റ്റ് ഒന്ന് മാറും. പിന്നെ നമുക്കറിയാം, ഇവിടെ ഒരു സപ്പോർട്ട്, ഇവിടെ ഒരു മേജറായിട്ടുള്ളൊരു സപ്പോർട്ടുണ്ട്. ഇവിടെ ഈ ഒരു സപ്പോർട്ടിലെയും ബ്രേക്ക് ആയാൽ ഇപ്പം സ്വിങ് അങ്ങനെ കയ്യിലുള്ളവർ ഒരുപാട് നാൾ പിന്നെ എക്സ്ട്രാ ഹോൾഡ് ചെയ്യേണ്ടി വരും. കാരണം പിന്നെ അടുത്തൊരു സപ്പോർട്ട്, മേജർ സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് തന്നെ ഇങ്ങോട്ട് വരും. അപ്പം ബൈ ചെയ്യേണ്ടവർക്ക് ആ ഒരു പോയിന്റിലൊക്കെ ബൈ ചെയ്യാം. ഇപ്പം ബൈ അത്രയ്ക്ക് അഡ്വൈസബിൾ ആയിട്ടുള്ളൊരു ഏരിയയിലല്ല. ഇവിടുന്ന് പിന്നെ കയറാനുള്ള ചാൻസ് ഉണ്ട്, നല്ല ചാൻസ് ഉണ്ട്, കയറാനുള്ള ചാൻസൊക്കെ ഉണ്ട്. അല്ലാതെ ഒരു നശിച്ചു പോകുന്നല്ല ചാർട്ട്. ആ ഒരു നല്ലൊരു ഡൗൺ മൂവ്മെൻറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഡെയിലി ടൈം ഫ്രെയിമിലോട്ടൊന്ന് പോയി നോക്കാം. ഡെയിലിയിൽ പോകുമ്പോഴും നമുക്ക് ഓൾമോസ്റ്റ് ഓക്കെയാണ്. ഫ്രഷ് എൻട്രിക്ക് പറ്റിയൊരു ചാൻസ് ഇല്ല അവിടെ. ഇവിടെ നമുക്ക് വേണ്ടൊരു കാര്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ഒരു റെസിസ്റ്റൻസ്, ടോപ്പിൽ ഈ റെസിസ്റ്റൻസ്, അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എപ്പോഴും വീക്കിലി ആയിരിക്കും എന്ന് പറഞ്ഞാൽ നല്ലത്. എന്താണ് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നതെന്ന്. ഇത് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് വളരെ മേജറായിട്ടുള്ള റെസിസ്റ്റൻസ്. കാരണം ഈ ഒരു ചാർട്ട് തുടങ്ങിയൊരു സമയം മുതൽ, ഈ 2007 മുതൽ ഇത് വളരെ, ഈ ഒരു സമയം, ഈ 2008 ആ റേഞ്ച് മുതൽ എന്തോരം പ്രാധാന്യം ഉണ്ടെന്ന് കണ്ടോ. എത്ര വട്ടം അവിടെ റെസിസ്റ്റൻസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ലൈനാണ് ആ ഒരു റെസിസ്റ്റൻസ്, ഈ കാണുന്ന സപ്പോർട്ട് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക്. അപ്പോൾ നിങ്ങളതൊന്ന് കരുതിയിരിക്കുക. ഇപ്പോൾ പുതിയൊരു എൻട്രി എടുക്കാൻ പോകുന്നവർ അത്രക്കൊരു അഡ്വൈസ് ഞാൻ ചെയ്യുന്നില്ല. പിന്നെ നിങ്ങൾക്കൊരു വ്യൂ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ എന്ന് വേണേൽ പറയാം. പക്ഷെ എന്നാലും ഒന്ന് നോക്കി എൻട്രി എടുക്കുക. ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ, ഈ ഒരു ഏരിയയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങ് താഴോട്ട് പോകും. പിന്നെ ഈ മുകളിലത്തെ ഭാഗം ബ്രേക്ക് ചെയ്യട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കത് കണ്ടറിയാം എന്തായി തീരുമെന്ന്. അപ്പോൾ ഇതാണ് നിലവിലത്തെ ഒരു ചാർട്ട് അനാലിസിസ്. ഇപ്പം നല്ലൊരു മുകളിലോട്ടുള്ളൊരു മൂവ് തന്നെ വന്നിട്ടുണ്ട്. ഇപ്പം ആൾക്കാർ കയ്യിലുള്ളവർ വിറ്റ് കളയണമെന്ന് വെച്ചാൽ, വേണമെങ്കിൽ ഒരു താഴേന്ന് വാങ്ങിച്ചവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ വിറ്റ് കളയാം. കാരണം ഒരുപാട് നാൾ ഹോൾഡ് ചെയ്യാൻ താല്പര്യമില്ലെന്നുണ്ടെങ്കിൽ. മനസ്സിലായി. എടുത്ത് ചാടിയൊന്നും ചെയ്യൊന്നും വേണ്ട. നിങ്ങളപ്പോൾ ജസ്റ്റ് ഈ ചാർട്ടൊക്കെ ഒന്ന് വരച്ച് നോക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്കൊരു വ്യൂ കിട്ടും. ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടൊരു ചാനൽ കഴിഞ്ഞു. ഇത് കൂടുതലായിട്ട് പ്രത്യേകിച്ച് അതിനകത്തൊന്നും ചെയ്യാനുമില്ല. ഇത്രയേ ഉള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഫാമിലി മെമ്പർ പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തതന്നേ ഉള്ളൂ. അപ്പം ഒന്നുകൂടെ കാണാൻ വേണ്ടി, നമ്മൾ പിന്നൊരു പ്രൈസ് ലൈൻ എന്നൊക്കെ പറയുന്നതിൽ ഒന്നുകൂടെ ആൾക്ക് മനസ്സിലാകാൻ ചാൻസ് ഇതായിരിക്കുമല്ലോ. അപ്പം മറ്റൊരു വീഡിയോയിൽ നമുക്ക് കാണാം. മുമ്പിട്ട വീഡിയോസൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാം ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. കാരണം പ്രോഫിറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സന്തോഷമല്ലേ നമുക്കെല്ലാവർക്കും. ഓക്കെ, അപ്പം നമുക്ക് വേറൊരു വീഡിയോയിൽ കാണാം.